Good afternoon. Okay. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. പറ്റി വായിച്ചു നോക്കിയോ? ഓക്കെ. ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് നാബ്. നാബ് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. NABH നാബ് പഠിച്ചിട്ടുണ്ട്. നാബ് എന്ന് പറഞ്ഞാല് നാബ് എന്താ? അക്രഡിറ്റേഷൻ അല്ലെ? അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ. നാഷണൽ നാബിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സ്ഥാപനം. ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. നാബിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. Okay. The NAB standards are reformed every 4 years, and now the hospital implements 5th edition standards April 2020. So, നമ്മൾ JCI standards പഠിച്ചില്ലേ? JCI standards എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ് റീഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ റീ എക്സാമിൻ ചെയ്യുന്നത്? പറഞ്ഞല്ലോ. വെരി ഗുഡ്. 3 years അല്ലെ? 3 years കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ നാബ് സ്റ്റാൻഡേർഡ്സും റീഫോം അല്ലെങ്കിൽ റീ എക്സാമിൻ ചെയ്യുന്നത് എപ്പോഴാണ്? എത്ര ഇയർ കൂടുമ്പോഴാണ്? എവറി 4 years അല്ലെ? 4 years കൂടുമ്പോ മാർക്ക് ചെയ്ത് വെച്ചേ. മാറിപ്പോകരുത്. JCIയുടെയും ചോദിക്കാം, അതുപോലെ തന്നെ നാബിന്റെയും ചോദിക്കാം. അപ്പൊ ഇവിടെ നാബിന്റെ വരുന്നത് എന്താണ്? റീ എക്സാം സ്റ്റാൻഡേർഡ്സ് റീഫോംസ് അല്ലെങ്കിൽ റീ എക്സാമിൻ ചെയ്യുന്നത് എവറി 4 years കൂടുമ്പോഴാണ്. And now the hospital implements the 5th edition standards April 2020. ഇപ്പോ നിലവില് നടപ്പിലാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് 5th edition standards 2020 April എന്ന് പറയുന്നത്. NAB standards centers on patient safety and quality of the delivery of the service by the hospital in the changing healthcare environment. NAB is given by an autonomous body set up by the government of India, known as QCI, Quality Council of India, which is standard making board in India. എന്താ പറയുന്നത്? ഇനി നാബ് NABH നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിലേക്കാണ്? പേഷ്യന്റ് സേഫ്റ്റിയിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഡെലിവറി ഓഫ് സർവീസസ് ബൈ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ക്വാളിറ്റി സർവീസ് ഓഫ് ക്വാളിറ്റിയിലാണ് നാബ് സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി സർവീസിലും അതുപോലെ പേഷ്യന്റ് സേഫ്റ്റിയിലുമാണ് നാബ് സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ. രണ്ട് പോയിന്റ്സ് മനസ്സിലായോ? നാബ് സ്റ്റാൻഡേർഡ്സ് റീഫോം ചെയ്യുന്നത് എവറി 4 years കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ നാബ് സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പേഷ്യന്റ് സേഫ്റ്റിയിലും ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ക്വാളിറ്റിയുള്ള സർവീസിലുമാണ്. അതുപോലെ തന്നെ നാബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓട്ടോണമസ് ബോഡിയാണ് അല്ലെ? സ്വയംഭരണ സ്ഥാപനമാണ്. ഓട്ടോണമസ് ബോഡിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോൺ ആസ് QCI, Quality Council of India. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ.
ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന നമ്മുടെ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്വയംഭരണ സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇനി എന്താണ് NABH? NAB mainly divides hospital into two main divisions. ഇതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടല്ലോ. SHCO അല്ലെ? ചാപ്റ്റർ ഏതാ? ക്വാളിറ്റി മാനേജ്മെന്റ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞെടുത്തോളൂ കേട്ടോ. SHCO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ലെസ് ദാൻ ദ 50 ബെഡ്സ് അല്ലെ? 50 ബെഡ്സിൽ കുറവുള്ള ഹോസ്പിറ്റലുകളെയാണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇനി HCO എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ? വിത്ത് മോർ ദാൻ ദ 50 ബെഡ്സ്. 50 ബെഡ്സിൽ മുകളിലുള്ള, കൂടുതലുള്ള അല്ലെ? മോർ ദാൻ എന്ന് പറഞ്ഞാല് മുകളിലുള്ള ഹോസ്പിറ്റലുകളെയാണ് HCO എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ കെയർ ഓർഗനൈസേഷൻ. Okay. Main NAB Gate book or standards has 10 chapters with 100 standards and 651 objective elements. So NABH അല്ലെങ്കിൽ NAB എത്ര chapters ഉണ്ട്? 10 chapters ഉണ്ട്, 100 standards ഉണ്ട്, 551 objective elements ഉണ്ട്. മാർക്ക് ചെയ്ത് വെച്ച് 10 chapters, 100 standards, 651 objective elements ഉണ്ട്. Standard refers to set goals for the performance. ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അല്ലെ? നമുക്കറിയാം സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമ്മൾ സ്കോർ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോ ഈ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് ഹോസ്പിറ്റലിന് എത്രത്തോളം അത് പെർഫോം ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം ക്വാളിറ്റിയോടെ കെയർ കൊടുക്കുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. Elements come under each standards. അപ്പോ സ്റ്റാൻഡേർഡ്സിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ്. നമ്മൾ പഠിച്ചില്ലേ? ചാപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇനി എന്തുണ്ട്? മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ് മെഷറബിൾ എലമെന്റ്സ്. It is used to monitor the performance. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിച്ചു സ്റ്റാൻഡേർഡ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാനായിട്ട്. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ നമ്മൾ പഠിച്ചു നാബില് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണുള്ളത്. ഇനി അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എത്ര രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? 4 കാറ്റഗറി അല്ലെ? ഫസ്റ്റ് വൺ എന്താണ്? കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, ലാസ്റ്റ് വൺ എക്സലൻസ് കാറ്റഗറി. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി 102 എണ്ണമാണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. കോർ കാറ്റഗറി എന്താണ്? which are essentially evaluated during each assessment. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും ഓരോ വിലയിരുത്തല് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ്, അതാണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. ഇനി എന്താണ്? നെക്സ്റ്റ് ആണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി അല്ലെ? അതിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്? 459 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്.
which will be evaluated during final assessment. അല്ലെ ഫൈനൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തിമ വിലയിരുത്തൽ അല്ലെ, ഫൈനൽ ആയിട്ട് നമ്മൾ വിലയിരുത്തുന്നത് അന്തിമ വിലയിരുത്തൽ. അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തുന്ന എലമെന്റ്സ് ആണ് എന്ത്? കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് അച്ചീവ്മെന്റ് കാറ്റഗറി. അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് 60 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ്. which will be checked out during surveillance assessment. എന്താണ് സർവീലിയൻസ് എന്ന് പറഞ്ഞാൽ? മേൽനോട്ടം, സൂപ്പർവൈസിങ് അല്ലെങ്കിൽ മേൽനോട്ടം എന്ന് പറയുന്നുണ്ട്. സർവീലിയൻസ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം. ഓക്കെ. അപ്പോ അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? which will be checked out during surveillance assessment. നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ്. ഒന്നുകൂടിയും പറയാം, നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് എന്ത്? എക്സലൻസ് കാറ്റഗറി. 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. which will be evaluated during re-accreditation. എന്താണ്? re-accreditation സമയത്ത് മാത്രം ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന എലമെന്റ്സ്. ഇതിനെയാണ് എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാറ്റഗറീസ്, 4 തരത്തിലുള്ള കാറ്റഗറീസ് ആണ് നമ്മൾ പറഞ്ഞത്. ടോട്ടല് നാബിന്റെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 651 എണ്ണമാണ് ഉള്ളത്. ഒന്നുകൂടി പറയാം. ലാസ്റ്റ് പോയിന്റ് എന്താണ്? എക്സലൻസ് കാറ്റഗറി ആണ്. 30 എണ്ണമാണ്, 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഈ എക്സലൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? റീ അക്രഡിറ്റേഷൻ സമയത്ത് മാത്രം വിലയിരുത്തുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. 102 എണ്ണം കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ. ലാസ്റ്റ് 30 അല്ലെ 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ. ചോദ്യം. ഓക്കെ. നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഏഷ്യൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സും അതുപോലെ ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സും. നമ്മൾ പറഞ്ഞില്ലേ 10 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞില്ലേ നാബിന്?
നമ്മളിവിടെ കണ്ടില്ലേ 10 ചാപ്റ്റേഴ്സ് നിങ്ങൾ എണ്ണി നോക്കിയേ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് 1 2 3 അല്ലെ പേഷ്യന്റ് സെന്റേഡില് 5 അല്ലെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓർഗനൈസേഷൻ സെന്റേഡില് 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ വരുന്നത് 10 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, പേഷ്യന്റ് സെന്റേഡിൽ വരുന്നത് എന്താണ്? ACC. നമ്മള് JCIയിൽ പഠിച്ചത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ACC എന്ന് പറഞ്ഞാൽ എന്താണ്? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതുപോലെ COP കെയർ ഓഫ് പേഷ്യന്റ്. അതുപോലെ MOM മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. PRE patient rights and education. HIC hospital infection control. ഓക്കെ, അങ്ങനെ 5 എണ്ണമാണ് പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. ഇനി ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഫുൾ ഫോം വരും, പഠിക്കണം. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു JCIയിൽ. ഓക്കെ ഓക്കെ, ഇനി ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സിൽ എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് PSQ. അതുപോലെ ROM എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അതുപോലെ FMS ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. IMS ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഇതിനെ പറ്റി കേട്ടോ. ഇനി നോക്കിയേ, NAB key performance indicators. Key performance indicators എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് എന്താ? സൂചകങ്ങൾ അല്ലേ? ആണോ? ഓർമ്മയുണ്ടോ? നമ്മൾ CSSD-യിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. CSSD-യിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ NAB-നും എന്തുണ്ട്? Key performance indicators ഉണ്ട്. Okay, KPIS, expand KPIS. ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഷോർട്ട് ഫോമും നമുക്ക് അറിയില്ല ഏതൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓരോന്ന് പഠിച്ചു വെക്കാം. Key performance indicators assist in helping to systematically monitor, assess, and continually enhance service performance. Key performance indicators എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു എന്താണ്? എല്ലാ പെർഫോമൻസും ഹോസ്പിറ്റലിൽ നടക്കുന്ന ക്വാളിറ്റിയുള്ള സർവീസ് ആണോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യാനായിട്ട്, അളക്കാനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. By themselves, key performance indicators cannot improve performance. However, they do provide signpost. എന്താണ് signpost എന്ന് പറഞ്ഞാല്? signpost എന്താ? എന്താണ് സൈൻ പോസ്റ്റ്? വഴികാട്ടി. സൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞാല് വഴികാട്ടി. That signal progress towards goals and objectives as well as opportunities for the sustainable progress. അപ്പോ ഈ key performance indicators എന്ന് പറഞ്ഞാല് cannot improve performance. അവരെന്താണ്? അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല അല്ലെ? പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ പറ്റില്ല. അതിന് പകരമായിട്ട് ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്. ഇതിലൂടെ നമുക്ക് അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരുടെയും പെർഫോമൻസ് മീറ്റ് ചെയ്തുകൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഏതാണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, സൂചകങ്ങൾ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി കുറച്ച് ഫോർമുലാസ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. നാബ് സ്റ്റാൻഡേർഡ്സിൽ പഠിക്കാനുള്ളത് ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം? JCIയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ,
അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഒരു 32 ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഓക്കെ, 32 ഫോർമുല പഠിക്കണം. അതിൽ ഓരോ പേജിലും മിസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്ന ഫോർമുലാസ് അടയാളപ്പെടുത്തി തരാം, വർക്ക് ചെയ്ത് തരാം. അത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം, ബാക്കിയൊന്നും പഠിക്കാതിരിക്കരുത്. ഇത് മാത്രം കൂടുതലായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. മിസ് ഒരു ഈസി ആയിട്ടുള്ളൊരു എന്താണ് ഒരു കാര്യം പറഞ്ഞു തരാം എങ്ങനെ പഠിക്കേണ്ടതെന്ന് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫോർമുല പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങളൊരു എന്താണ് മിസ് ഇത് തുടങ്ങുമ്പോ പറഞ്ഞത് കേട്ടോ, ഫോർമുല തുടങ്ങുമ്പോ. Okay. The key performance indicators are likely to be monitored by healthcare organization. Organization അവരുടെ പെർഫോമൻസ് ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നിരീക്ഷിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ പെർഫോമൻസ്, നല്ല മെച്ചപ്പെട്ട രീതിയിലാണോ പെർഫോമൻസ് പോകുന്നത്, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ടോ എന്ന് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫോർമുല ആണ് കൊടുത്തിരിക്കുന്നത്, the time taken for initial assessment. എന്താണ് ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്താണ്? പ്രാഥമിക വിലയിരുത്തൽ അല്ലേ? അല്ലേ? ഫസ്റ്റ് ആയിട്ട് നമ്മള് വിലയിരുത്തുന്നത്, അസസ്മെന്റ് ചെയ്യുന്നതാണ് ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫോർമുലയാണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന ടൈം, അതാണ് ഫസ്റ്റ് ഫോർമുല. പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന ടൈം. The time should begin from the time that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. അപ്പോ ഈ ഫോർമുല വരുന്നത് എങ്ങനെയാണ്? ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, ആ രോഗിയോട് അഡ്മിറ്റ് ആവാൻ പറയുന്നു. വാർഡിൽ ആ രോഗി പോയി അഡ്മിറ്റ് ആവുന്ന ടൈം മുതൽ ഡോക്ടർ ആ രോഗിയെ ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി വിലയിരുത്തുന്ന ടൈം, പ്രാഥമിക വിലയിരുത്തലിന് എടുക്കുന്ന ടൈം. അപ്പൊ ഡോക്ടർ ആ രോഗിയെ ഇനീഷ്യൽ അസസ്മെന്റിനായിട്ട് വിലയിരുത്തുന്ന ടൈമാണ് നമ്മളിവിടെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ആദ്യം ആ രോഗി വാർഡിൽ പോയി കിടന്നത് മുതൽ ആ ടൈം ഗ്യാപ്പ് ആണ് കേട്ടോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാർഡിൽ പോയി അഡ്മിറ്റ് ആയി അവിടെ മുതല് ഡോക്ടർ വന്ന് ആ രോഗിയെ പ്രാഥമിക മൂല്യനിർണയം നടത്തുന്നത് വരെയുള്ള ടൈമാണ് ഇവിടെ കണക്കാക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ഡൗട്ട് വല്ലതും വരുന്നുണ്ടോ? മനസ്സിലാവാത്തതുണ്ടോ? ഒന്നുകൂടെയും പറയാം. നമ്മളിവിടെ കണക്കാക്കുന്നത് ഇനീഷ്യൽ അസസ്മെന്റ് ഫോർ ടൈം ആണ് അല്ലെ. പ്രാഥമിക വിലയിരുത്തല് അല്ലെങ്കിൽ പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി വരുന്ന ടൈമാണ് ഇതിന്റെ കണക്കാക്കുന്നത്. ഒരു രോഗി വാർഡില് അഡ്മിറ്റ് ആയത് മുതല് ഡോക്ടർ വന്ന് അദ്ദേഹത്തെ ആദ്യം പരിശോധിക്കുന്ന ടൈം. ഫസ്റ്റ് ആയിട്ട് പ്രാഥമിക വിലയിരുത്തല് അല്ലെങ്കിൽ പ്രാഥമിക മൂല്യനിർണയം നടത്തുന്നത് വരെയുള്ള ടൈം. കിട്ടിയോ? ഒരു രോഗി ഹോസ്പിറ്റലിലെത്തി വാർഡിൽ അഡ്മിറ്റ് ആയി. ആ വാർഡിൽ അഡ്മിറ്റ് ആവുന്നത് മുതല് രോഗിയെ ഡോക്ടർ വന്ന് പ്രാഥമിക മൂല്യനിർണയം നടത്തുന്നത് വരെയുള്ള ടൈം, അതാണ് ഇവിടെ കണക്കാക്കുന്നത്. കിട്ടിയോ? ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
ക്ലിയർ ആണ് അല്ലെ? ഈ ഫോർമുല നോക്കിയേ. Sum of time taken for initial assessment divided by total number of admission. നിങ്ങളൊന്ന് ആ ന്യൂമറേറ്റർ ഒന്ന് നോക്കിയേ. Sum of time taken for initial assessment. ആ sum of എന്നുള്ളത് മാറ്റിയിട്ട് time taken for initial assessment അതൊന്ന് നോക്കിയേ. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഹെഡിങ്ങുമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയേ. ഉണ്ട്. എന്താണ്? സെയിം ആണ് അല്ലെ? അത് വെച്ച് അത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഏത് ഫോർമുല ചോദിച്ചാലും എന്താണ് ആ ഫസ്റ്റ് ആ ന്യൂമറേറ്റർ ആയിരിക്കും ഫസ്റ്റ് കിടക്കുന്നത്, അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. മനസ്സിലായോ? അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. കിട്ടിയില്ലേ? ഈസി അല്ലേ പഠിക്കാൻ ഫോർമുല? ഓക്കെ. ഇപ്പൊ ന്യൂമറേറ്റർ ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത് അല്ലെങ്കിൽ ഹെഡിങ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ് അല്ലെ? ഇനീഷ്യൽ അസസ്മെന്റിന് പ്രാഥമിക വിലയിരുത്തലിന് എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. അപ്പൊ അതിൽ എത്ര രോഗികളാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്? ഓക്കെ. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് കിട്ടും. ക്ലിയർ ആയോ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെ? ഇനീഷ്യൽ പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത ടൈം, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. എത്ര രോഗികൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്? അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് കിട്ടും. ഇനി ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ഫോർമുല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണ്. ഇനി സെക്കൻഡ് ഫോർമുല കേട്ടോ. സെക്കൻഡ് നോക്കിയേ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻസ് എന്താ മീനിങ്? വെരി ഗുഡ് അല്ലെ? ടെസ്റ്റുകള്. ഓക്കെ. ടെസ്റ്റ് ചെയ്യുമ്പോ എത്ര എണ്ണം അല്ലെ? 1000 ലാബ് ടെസ്റ്റുകൾ ചെയ്യുമ്പോ അതിൽ എത്ര എണ്ണത്തിന് എറേഴ്സ് വരുന്നുണ്ട്? അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? 1000 ഇൻവെസ്റ്റിഗേഷൻസ്, 1000 ടെസ്റ്റുകൾ നടത്തുമ്പോ 1000 ലാബ് ടെസ്റ്റുകള് ചെയ്താല് അതിൽ എത്ര എണ്ണത്തിന് എറേഴ്സ് വന്നിട്ടുണ്ട്? അതാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. 1000 എണ്ണം ലാബ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാല് അതിൽ എത്ര എണ്ണത്തിന് എറേഴ്സ് വരുന്നുണ്ട്, തെറ്റുകൾ ഉണ്ടാകുന്നുണ്ട്? ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ്സ് പെർഫോംഡ് ഇൻടു 1000. എന്താണ്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് അല്ലെ? എത്ര എണ്ണത്തിന് എറേഴ്സുകൾ ഉണ്ടാകുന്നുണ്ട്? ആ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്. എത്ര എണ്ണം ടെസ്റ്റ്, എത്ര ടെസ്റ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട്, അതേ ഇൻടു 1000. ക്ലിയർ ആയോ? എത്ര എണ്ണത്തിന് എറേഴ്സ് വന്നിട്ടുണ്ട് ഡിവൈഡ് ബൈ എത്ര എണ്ണം, എത്ര ടെസ്റ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 1000. ഓക്കെ. 1ഉം 2ഉം ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കിയേ. 1ഉം 2ഉം ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കാം. കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു.
ക്ലിയർ ആയോ? രണ്ട് ഫോർമുലാസും ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. നെക്സ്റ്റ് ആണ്, തേർഡ് വൺ ആണ്, പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണോ ഇല്ലേ? അവർക്ക് എന്താണ് നല്ല രീതിയിൽ റേഡിയേഷൻ ഏൽക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന ആളുകളുടെ പെർസെന്റേജ് അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റാഫ് adhering to safety precautions divided by number of staff audited into 100. അപ്പോ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന, അഡ്ഹറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാലിക്കുന്ന. ഓക്കെ, പാലിക്കുക അല്ലെങ്കിൽ പാലിക്കുന്ന. സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം, ടോട്ടൽ നമ്പർ. ഓക്കെ, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന അല്ലെങ്കിൽ പാലിക്കുന്ന സ്റ്റാഫുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. എന്താണ് ഓഡിറ്റഡ് എന്ന് പറഞ്ഞാല് അവിടെ വർക്ക് ചെയ്യുന്ന ടോട്ടൽ സ്റ്റാഫുകളുടെ എണ്ണം. അതില് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ടോട്ടൽ നമ്പർ ഓഫ് staff adhering to safety precautions divided by number of staff audited into 100. സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന അല്ലെങ്കിൽ പാലിക്കുന്ന സ്റ്റാഫുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ അവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം സ്റ്റാഫുകളുടെ എണ്ണം into 100. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണോ മിസ്? ഓക്കെ ആണോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? മൂന്നാമത്തെ ഒന്നുകൂടി പറയണോ? ചോദിച്ചോളൂ കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ്സിന് അറിയില്ല, നിങ്ങള് സംസാരിക്കാതെ കമന്റ് ഇടാത്ത കാരണം മിസ്സിന് അറിയില്ല. ഒരു കുട്ടി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രം അപ്പൊ മിസ് അടുത്തതിലോട്ട് പോകും. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. ഒന്നാമത്തെ ഫോർമുലയാണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ എന്താ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ്. അഡ്ഹറൻസ് എന്ന് പറഞ്ഞാല് പാലിക്കുക. Adherence to safety precautions by staff working in diagnostics. നമ്മൾ പറഞ്ഞു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നമ്മള് ഏതിലാ പഠിച്ചത്? റേഡിയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും നമ്മള്. അവരെന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ? ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്താണ് റേഡിയോളജി കിരണങ്ങൾ അവരുടെ ശരീരത്തിൽ തട്ടി അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഇതിൽ പഠിച്ചതാണ്, ആ ചാപ്റ്ററില്. അങ്ങനെ അവർക്ക് പലതരത്തിലുള്ള ഹെയർ ലോസ്, ക്യാൻസർ, അല്ലെ രക്താർബുദം, അങ്ങനെയുള്ള പല കാരണങ്ങള്, പല അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകള് ഗ്ലൗസ് ധരിക്കുക, കണ്ണട ധരിക്കുക, ഏപ്രൻ ഇതൊക്കെ ധരിക്കാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, അവരുടെ പെർസെന്റേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റാഫ് adhering to safety precautions divided by number of staff audited into 100. Number of staff adhering to safety precautions.
അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ എത്ര പേര് ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ അവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം സ്റ്റാഫുകളുടെ എണ്ണം ഇൻറ്റു 100. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്താണ് പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഡയഗ്നോസ്റ്റിക്. ഉത്തരം അല്ലെങ്കിൽ ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ ആണല്ലേ? ഇനി നെക്സ്റ്റ് ഫോർമുലയാണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. നമ്മളെ മെഡിസിൻസുകൾ രോഗികൾക്ക് കൊടുക്കുമ്പോ അല്ലെങ്കിൽ രോഗി തന്നെ കഴിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ തന്നെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മരുന്നുകൾ അവർക്ക് കൊടുക്കുമ്പോഴോ ചിലപ്പോൾ ഡോസ് കുറയാം, കൂടുതൽ കൊടുത്തെന്ന് വരാം, അങ്ങനെയുള്ള എറേഴ്സുകൾ സംഭവിക്കാം. അങ്ങനെയുള്ള റേറ്റ്സ് ആണ് നമ്മളിവിടെ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എറേഴ്സ് സംഭവിക്കുന്നതിന്റെ റേറ്റ്. ഓക്കെ, മെഡിക്കേഷൻ എറേഴ്സ് ഈസ് എനി preventable event that may cause and lead to unsuitable medications use or patient harm while the medication is the control of the healthcare professional, patient or customer. പറഞ്ഞില്ലേ എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ നിയന്ത്രണത്തിലാവാം മരുന്നുകൾ രോഗികൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവര് തന്നെ ഇത് ചെയ്യാം മരുന്നുകൾ കഴിച്ചാലേ. ചിലപ്പോ മരുന്നുകൾ കഴിക്കുമ്പോ ചിലപ്പോ ഡോസ് കൂടാം, ചിലപ്പോ ഇത്ര മില്ലി അല്ലെങ്കിൽ ഇത്ര ml എന്നൊക്കെ ഉണ്ടാവും. അതെന്താണ് അവർ കൂട്ടിക്കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിക്കാം. അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൊടുക്കുമ്പോഴും അവരുടെ കയ്യിൽ നിന്ന് പല തരത്തിലുള്ള പിശകുകൾ സംഭവിക്കാം. ഓക്കെ, എറേഴ്സ് വരാം. അപ്പൊ അങ്ങനെ എറേഴ്സ് വരുന്നതിന്റെ മരുന്നുകൾ കൊടുക്കുമ്പോൾ എറേഴ്സ് വരുന്നതിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഈ ഫോർമുല പറയട്ടെ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് ഫോർമുല പറയട്ടെ മിസ്? ഓക്കെ, ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് ഡിവൈഡഡ് ബൈ total number of opportunities of medication errors into 100. എന്താ പറയുന്നത്? ഇവിടെ പറഞ്ഞു അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, എത്ര എറേഴ്സ് ആണ് മരുന്നുകൾ കൊടുത്തപ്പോ എത്ര എറേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് എറേഴ്സ്, എത്ര തെറ്റുകൾ അല്ലെങ്കിൽ എത്ര പിശകുകൾ വന്നിട്ടുണ്ട്, എത്ര പിശകുകൾ അല്ലെങ്കിൽ എത്ര തെറ്റുകളാണ് വന്നിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ divided by total number of opportunities in the medication errors. മരുന്ന് പിശകുകൾ വരാനായിട്ടുള്ള സാധ്യത. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യതകളുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ഒന്നുകൂടിയും പറയാം, മരുന്ന് പിശകുകള് അല്ലെങ്കിൽ എറേഴ്സ് മരുന്ന് കൊടുക്കുമ്പോ വരുന്ന എറേഴ്സിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. അല്ലെ, എന്താണ്? മരുന്ന് എറേഴ്സ്, മരുന്ന് കൊടുക്കുമ്പോ എറേഴ്സ് വരാനുള്ള സാധ്യതകളുടെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസോ അല്ലെങ്കിൽ പേഷ്യൻസോ അവർ തന്നെയോ കഴിക്കുമ്പോൾ ചിലപ്പോ മരുന്നുകളില് കൂടാം കുറയാം, അല്ലെങ്കിൽ ഡോസുകളിലെ ഡോസ് കുറയാം കൂടാം. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ എന്താണ്? എറേഴ്സുകൾ, അങ്ങനെ മരുന്നുകൾ കൊടുക്കുമ്പോൾ എറേഴ്സുകൾ, പലതരത്തിലുള്ള എറേഴ്സുകൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, മരുന്ന് പിശകുകളുടെ ടോട്ടൽ എണ്ണം. മരുന്ന് കൊടുക്കുമ്പോ അതിൽ വരുന്ന എറേഴ്സിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ
total number of opportunities of medication errors. മരുന്ന് പിശകുകൾ വരാനുള്ള സാധ്യതകളുടെ എണ്ണം into 100. ക്ലിയർ ആയോ? ഓക്കെ, വായിച്ചു നോക്കിയേ. 3യും 4ത്തും ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ ആണോ? രണ്ട് ഫോർമുലാസും സേഫ്റ്റി പ്രിക്കോഷൻസും അതുപോലെ തന്നെ മെഡിക്കേഷൻ എറേഴ്സ്. ഇനി നെക്സ്റ്റ് ആണ് 5th ഫോർമുലയാണ്. Percentage of medication chart with the errors prone abbreviations. എന്താണ് abbreviations എന്ന് പറഞ്ഞാല്? Abbreviations ഷോർട്ട് ആക്കി എഴുതുന്നത് അല്ലെ, ഷോർട്ട് ഫോംസ്. വെരി ഗുഡ്. അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാല് ഷോർട്ട് ആക്കി എഴുതുന്നത്. അപ്പോ ചിലപ്പോ ഡോക്ടേഴ്സ് ഇങ്ങനെ ചാർട്ടില് അല്ലെ, എന്താണ് വാർഡിലൊക്കെ കിടക്കുന്ന രോഗികൾക്ക് ചാർട്ടില് ഡോക്ടേഴ്സ് ഇങ്ങനെ മരുന്നുകളൊക്കെ എഴുതി കൊടുക്കാം. അതെന്താണ്, അവർ എഴുതുമ്പോ അബ്രിവേഷൻസിലായിരിക്കും, ഷോർട്ട് ഫോംസിലായിരിക്കും എഴുതുന്നത്. അങ്ങനെ ഷോർട്ട് ഫോംസിൽ എഴുതുമ്പോൾ ചിലപ്പോ തെറ്റുകൾ വരാം. അതുപോലെ തന്നെ ഡോക്ടർ എഴുതുന്നത് മനസ്സിലാവാതെ മരുന്നുകളൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ പാരസെറ്റമോളിന്റെ ഷോർട്ട് ഫോം എന്താ? എന്താണ് പാരസെറ്റമോളിന്റെ? പീമോൾ എന്നാണോ? PCM. PCM ആണ് കേട്ടോ. ഓക്കെ, പാരസെറ്റമോളിന്റെ ഷോർട്ട് ഫോം ആണ് PCM. അപ്പോ അങ്ങനെ ഷോർട്ട് ആക്കി എഴുതുമ്പോ പല തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഡോക്ടർ എഴുതുമ്പോഴും ഷോർട്ട് ഫോംസ് എഴുതുമ്പോൾ പല തെറ്റുകൾ വരാം. അതുപോലെ തന്നെ ഡോക്ടർ എഴുതുന്നത് ചിലപ്പോൾ മനസ്സിലാവാതെ, അല്ലെങ്കിൽ എന്താണ് മരുന്നുകൾ എടുത്തു കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള മരുന്നുകളാണല്ലേ നമ്മള് ഫാർമസിയിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പൊ അതില് അവർക്ക് തെറ്റുകൾ വരാം. മരുന്നുകൾ ഷോർട്ട് ഫോം ആക്കി എടുത്ത് അബ്രിവേഷൻസ് എഴുതുമ്പോ എടുത്തു കൊടുക്കുമ്പോ ഫാർമസിയിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കുമ്പോ പല തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കുമ്പോൾ എന്താണ്, അങ്ങനെയുള്ള ചുരുക്കി എഴുതുന്നത് അല്ലെങ്കിൽ അബ്രിവേഷൻസ് എഴുതുന്നതിലൂടെ എറേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡിനെയും അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കിയേ ഫോർമുലാസ്. ഓക്കെ, എക്സ്പ്ലനേഷൻ വായിച്ചത് അല്ലെ. ഓക്കെ,
errors-prone abbreviations should be defined in accordance with the guidance sit down by the safe medication practice. നമ്മൾ പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള ചുരുക്ക രൂപങ്ങൾ എഴുതുമ്പോ ഡോക്ടറുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ മരുന്നുകൾ എടുത്തു കൊടുക്കുമ്പോഴും എന്താണ് പല തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ്സിന് അത് പ്രത്യേക തരത്തിൽ ബാധിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഫോർമുല, തെറ്റുകൾ ഷോർട്ട് ഫോംസിൽ മരുന്നുകൾ എഴുതുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളുടെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് with error-prone abbreviations divided by number of medication chart reviewed into 100. എന്താണ് ഷോർട്ട് ഫോംസിൽ എഴുതുമ്പോൾ വരുന്ന തെറ്റുകൾ, മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ വരുന്ന തെറ്റുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ചാർട്ടിൽ എഴുതുന്ന മരുന്നുകളുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? Total number of medication chart with errors-prone abbreviations. Short forms മരുന്നുകൾ എഴുതുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര മരുന്നുകളാണ് ചാർട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ ചാർട്ടിൽ എഴുതിയിട്ടുള്ള മരുന്നുകളുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആയോ? ഓക്കെ, ഫിഫ്ത്ത് ഫോർമുല എന്താ പഠിച്ചത് നമ്മള്? ഫിഫ്ത്ത് ഫോർമുലയില് അബ്രിവേഷൻസ് അല്ലെ, ഷോർട്ട് ഫോംസിൽ നമ്മള് മരുന്നുകള് ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ചുരുക്കി എഴുതുമ്പോൾ തെറ്റുകൾ വരാം. ഇനി ആ ചുരുക്ക് രൂപം നോക്കിയിട്ട് മരുന്നുകൾ എടുത്തു കൊടുക്കുമ്പോഴും എന്ത് സംഭവിക്കാം? എറേഴ്സ് സംഭവിക്കാം അല്ലെ. അങ്ങനെ എറേഴ്സ് സംഭവിക്കുന്നതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ പറയുന്നത്. എന്താ പറഞ്ഞത്? Number of medication chart with errors-prone abbreviations. ചുരുക്കത്തില് മരുന്നുകളുടെ പേര് എഴുതുമ്പോ എറേഴ്സ് വരുന്നതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻസ് ചാർട്ട് വ്യൂഡ്. ചാർട്ടിൽ എഴുതിയിരിക്കുന്ന ടോട്ടൽ മരുന്നുകളുടെ ടോട്ടൽ ചുരുക്ക രൂപത്തിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഫിഫ്ത്ത് ഫോർമുല ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഫിഫ്ത്ത് ഫോർമുല വരെ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ മാർക്ക് ചെയ്ത് തരാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ, എന്നിട്ട് പറയൂ. ഫിഫ്ത്ത് ഒന്നും കൂടി പറയണോ? ഫിഫ്തില് നമ്മൾ എന്താണ് ഏതിന്റെ പെർസെന്റേജ് ആണ് കാണുന്നത്? അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്ക രൂപം അല്ലെ, ഷോർട്ട് ഫോംസ്. മരുന്നുകൾ ഡോക്ടേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് മരുന്നുകൾ എഴുതുമ്പോ അബ്രിവേഷൻസിലാണ് അവർ എഴുതാറ്, ഷോർട്ട് ഫോംസിലാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. അപ്പൊ അവർ ചുരുക്ക രൂപത്തിലാണ് എഴുതാറ്. അങ്ങനെ അവര് എഴുതുമ്പോ വരുന്ന തെറ്റുകളുടെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് error-prone abbreviations divided by total number of medication chart view into 100. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് errors-prone abbreviations. ഇങ്ങനെ ചുരുക്കി ഡോക്ടേഴ്സ് ചുരുക്കി എഴുതുമ്പോ, ഷോർട്ട് ഫോംസ് എഴുതുമ്പോ വരുന്ന തെറ്റുകള്, മരുന്നുകളാണ് നമ്മൾ ഷോർട്ട് ഫോംസിൽ എഴുതുന്നത് അല്ലെ. അപ്പോ അങ്ങനെ ചുരുക്കി എഴുതുമ്പോ വരുന്ന തെറ്റുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ പിന്നെന്താണ് ചാർട്ടില് ഇങ്ങനെ ചുരുക്കി എഴുതുന്ന എല്ലാ മരുന്നുകളുടെയും ടോട്ടൽ നമ്പർ. ഇനി ചുരുക്കി എഴുതുമ്പോഴും വരുന്ന എറേഴ്സിന്റെയാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. എത്ര എറേഴ്സ് വരുന്നുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഇങ്ങനെ ചുരുക്കി ചാർട്ടിൽ എഴുതുന്നുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ ആണോ?
ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഫോർമുല 5 ഫോർമുല എടുത്തിട്ടുള്ളൂ കേട്ടോ. 5ാമത്തെ വായിച്ചു നോക്കിയാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ 5 ഫോർമുലാസിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. ഫസ്റ്റ് ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. The time taken for initial assessment. The time taken for initial assessment. പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന ടൈമാണ് അല്ലെ. ഡോക്ടർ വന്ന് പരിശോധിക്കുന്നത്, രോഗി വാർഡിലെത്തി ആ ടൈം മുതൽ പ്രാഥമിക ഇനീഷ്യൽ ഇവാലുവേഷൻ ഡോക്ടർ വരുന്നത് വരെയുള്ള ടൈമാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. Then fourth one, medication errors. Medication errors. എന്താണ് മെഡിക്കേഷൻ എറേഴ്സിൽ നമ്മൾ പഠിച്ചത്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസോ അല്ലെങ്കിൽ പേഷ്യന്റോ തന്നെ മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഡോസ് കൂടാം അല്ലെങ്കിൽ ഡോസ് കുറയാം അല്ലെ. അങ്ങനെ സംഭവിക്കുന്ന എറേഴ്സിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. എങ്ങനെ എന്താണ് മരുന്നുകൾ കഴിക്കുമ്പോൾ വരുന്ന തെറ്റുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. എന്താ പറഞ്ഞത്? ഇങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ വരാനായിട്ടുള്ള പിശകുകളുടെ സാധ്യതകളുടെ എണ്ണം. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് സാധ്യത. അപ്പൊ മരുന്ന് പിശകുകൾ വരാനായിട്ടുള്ള സാധ്യതകളുടെ ടോട്ടൽ നമ്പർ 200. ഓക്കെ, ഇത് രണ്ടുമാണ് ഫസ്റ്റ് പേജിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ടോപ്പ് 1 and 4. അതുപോലെ HCO, SHCO ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചു കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ NAB reformed every 4 years. JCI 3 years ആണ്. അതുപോലെ ഇവിടെ 4 years ആണ്. അത് മാറിപ്പോകുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എക്സ്പാൻഡ് ഫോം ചോദിക്കാം. അതുപോലെ ചാപ്റ്റേഴ്സ്, നാബിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. കാറ്റഗറി ചെയ്തിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ബാക്കി ഫോർമുലയും പഠിക്കാം കേട്ടോ. ഓക്കെ, ഇത്ര വരെയും ഒക്കെ ആണോ? 5th ഫോർമുല വരെയും ക്ലിയർ ആണോ? ഓക്കെ, ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.